സംസ്ഥാനത്തിന്റെ ഒരു അഭിമാന പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ്. വയനാട്ടിലേക്ക് അവരുടെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകുന്ന ഇരട്ട തുരങ്ക പദ്ധതി. വയനാടിന്റെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുന്ന ആനക്കാംപോയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനാണ് തുടക്കമാവുന്നത്. തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം നിർവഹിക്കും. പാത വരുന്നതോടെ കേരളത്തിൽ നിന്നും കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയും വളരെ സുഗമമാകും. പൊതുവിൽ ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതയുള്ള വയനാടിന് വളരെയധികം നേട്ടമുണ്ടാക്കുന്നതാണ് പദ്ധതി. വയനാടിൻ്റെ പിന്നോക്കാവസ്ഥയടക്കം പരിഹരിക്കാനാകുമെന്നും ടൂറിസം രംഗത്തും വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനാകുമെന്നും അടക്കമുള്ള വമ്പൻ വികസന ലക്ഷ്യങ്ങളുമായിട്ടാണ് 2314 കോടിയുടെ ബൃഹത് പദ്ധതിക്ക് സംസ്ഥാനം ലക്ഷ്യമിടുന്നത്. 8.11 കിലോമീറ്ററാണ് ഈ തുരങ്കപാതയുടെ ദൈർഘ്യം. ഇതിന് പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 60 മാസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കും എന്നതാണ് സർക്കാരിൻ്റെ അവകാശവാദം. വമ്പൻ പ്രഖ്യാപനങ്ങളുമായി സർക്കാർ ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് തുടക്കമാവുകയാണ്. നിർമ്മാണ ഉദ്ഘാടന ചടങ്ങുകൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. 658 കോടി രൂപ എന്നത് ഉയർന്നത് 2134.5 കോടി രൂപ എന്ന വലിയ സംഖ്യയിലേക്കാണ്. ഒരു പുതുമുഖ MLA എന്ന നിലയിൽ 2134 കോടി രൂപ എന്നത് നമ്മളെ കാണുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന, ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരു ഭീമാകാരമായ ഒരു തുകയായിട്ടാണ് നമുക്ക് തോന്നിയത്. ആ തുകയെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഭയപ്പെട്ടു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഇത്രയും വലിയൊരു തുക ഒരു സിംഗിൾ പ്രൊജക്ടിന് വേണ്ടി ഒരു ഗവൺമെന്റ് അനുവദിക്കുമോ എന്നുള്ള സംശയം എന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. എന്നാൽ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ കണ്ട് ഈ തുകയുടെ ഭീകരമായ അന്തരീക്ഷത്തെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം മറുപടി പറഞ്ഞത് വളരെ ലാളിത്യപൂർവ്വം മറുപടി പറഞ്ഞത്, ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നമുക്ക് യാഥാർത്ഥ്യമാക്കണം. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് എത്ര തുക വേണമെങ്കിലും ആ തുക അനുവദിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാണ് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി 2021 ജൂൺ മാസത്തിൽ മറിപ്പുഴ എന്ന് പറഞ്ഞ നമ്മുടെ മുത്തപ്പുമ്പുഴയ്ക്ക് മുകളിൽ തുരങ്കം നിർമ്മിക്കുന്ന സ്ഥലത്തെത്തുന്നത്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കൂട്ടി കേരളത്തിന് പ്രിയങ്കരനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ പദ്ധതിക്ക് ആവശ്യമായ മുഴുവൻ തുകയും അടുത്ത കിഫ്ബി മീറ്റിംഗിന്റെ ഭാഗമായി നീക്കിവെക്കുമെന്നുള്ളതാണ്. 2022 നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ കിഫ്ബിയുടെ പുതിയ മീറ്റിംഗിന്റെ മിനിറ്റ്സ് പുറത്തിറങ്ങിയപ്പോ കേരളത്തിന്റെ പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ പറഞ്ഞതുപോലെ ഈ പദ്ധതിക്ക് ആവശ്യമായ 2134.5 കോടി രൂപയും അനുവദിച്ചിരിക്കുന്നു എന്ന പുതുക്കിയ ഭരണാനുമതിയാണ് നമുക്ക് ലഭ്യമായത്. ആ പണം ലഭ്യമായതുകൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയുമായിരുന്നില്ല. നമ്മളാരും കാണാത്ത വലിയൊരു പദ്ധതിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു തുരങ്കത്തെയാണ് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. അത് ഇരട്ട തുരങ്കമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസലുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് മുമ്പിൽ വലിയ കടമ്പകൾ ഉണ്ടായിരുന്നു മറികടക്കാൻ. ആ കടമ്പകളെ കുറിച്ച് പല ആളുകളും ചിലപ്പോ സംസാരിക്കുന്നതേ ഇല്ല. 2020 ഒക്ടോബർ മാസം 5-ാം തീയതി ഈ പദ്ധതി കൊങ്കൺ റെയിൽ കോർപ്പറേഷനെ ഏൽപ്പിച്ചുകൊണ്ടൊരു പ്രൊജക്ട് ലോഞ്ചിങ് ബഹുമാനനായ മുഖ്യമന്ത്രി നിർവഹിച്ചു. ആ പ്രൊജക്ട് ലോഞ്ചിങ്ങിന്റെ ഫോട്ടോ എടുത്തു വെച്ച് ഇപ്പോഴും ചില ആളുകൾ ഇലക്ഷൻ സ്റ്റണ്ട് പോലെ നിങ്ങൾ ഓരോ ഇലക്ഷന്റെ സമയത്തും ഇതാ ഈ ഉദ്ഘാടനം നടത്തുകയാണ് എന്നുള്ള അപഹാസ്യകരമായ ചില കാര്യങ്ങൾ നടത്താറുണ്ട്. അവരുൾപ്പെടെയുള്ള ആളുകളോട് ഈ വലിയ വേദിയിൽ ആ കാര്യം വിശദീകരിക്കുകയാണ്. 2022 ഈ പദ്ധതിക്ക് ആവശ്യമായ തുക അനുവദിച്ചതിനു ശേഷം ആ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ എന്നത് ഏറ്റവും സങ്കീർണമായ പ്രശ്നമായിരുന്നു. 33 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കണം. വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമായി 33 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിൽ 17 ഹെക്ടർ സ്ഥലം ഇപ്പൊ നടന്നുവരുന്ന ബഹുമാനപ്പെട്ട വനം മന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. വനം വകുപ്പിന് കീഴിലുള്ള 17 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കണമായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവരുടെയും നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ യോഗത്തിൽ ഈ പദ്ധതിക്ക് ആവശ്യമായ വനഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടികളുണ്ടായി. 2022 ആരംഭിച്ച ഭൂമി ഏറ്റെടുക്കൽ നടപടി 2024 ജനുവരി മാസമാകുമ്പോഴേക്കും പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും വലിയ തടസ്സമായി നമ്മൾ കണ്ടത് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡിയാണ്.
പ്രകൃതി സ്നേഹികളായിട്ടുള്ള ആളുകൾ തെറ്റായ നിലയിലുള്ള പ്രചരണങ്ങൾ ചിലപ്പോൾ അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. അത് നിക്ഷിപ്ത താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ്. ശരിയായ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മളെല്ലാവരും ചേർന്ന് നടത്തിയത്. എന്നാൽ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഈ പദ്ധതിക്കെതിരെ തുരങ്കം വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി എന്നത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുള്ള ഒരു കാര്യമാണ്. SIA സ്റ്റഡി എന്ന് പറഞ്ഞ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡിയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു നടപടിക്രമം. വേനലിലും മഴയിലും ഓരോ സീസണിലും തുരങ്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്തുണ്ടാവുന്ന ഓരോ കാലാവസ്ഥ വ്യതിയാനങ്ങളെയും കൃത്യമായി അടയാളപ്പെടുത്തി ആ വ്യതിയാനങ്ങളുടെ ഭാഗമായി തുരങ്കം നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും നിലയിലുള്ള ഒരു ആഘാതം നമ്മുടെ ഭൂമിക്ക് നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് പഠിക്കുന്നതിന് വേണ്ടി 1 വർഷം നീണ്ടു നിൽക്കുന്ന പഠനം ആവശ്യമായി വന്നു. അതിനുവേണ്ടി ഉള്ള വിശദമായ പഠനം നടത്തി കോഴിക്കോട് കളക്ടറേറ്റിലും വയനാട് കളക്ടറേറ്റിലും പബ്ലിക് ഹിയറിംഗ് നടത്തി ആളുകളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചു. ആ അഭിപ്രായങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകി അവരെയെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി SIA സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തു. ഫോറസ്റ്റിന്റെ ക്ലിയറൻസ് ലഭ്യമാവണമായിരുന്നു. സ്റ്റേജ് 1 ക്ലിയറൻസ്. ഫോറസ്റ്റ് നമുക്ക് ഭൂമി വിട്ടു നൽകുമ്പോൾ നിരവധിയായിട്ടുള്ള മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചു. ഇത്ര മരങ്ങൾ മുറിക്കുന്നുണ്ട്, ആ മരങ്ങൾക്ക് പകരം ഇത്ര ഏക്കർ സ്ഥലത്ത് മരം വെച്ച് പിടിപ്പിക്കണം. ഓരോ സ്പീഷീസുകളും നഷ്ടമാവുന്നുണ്ട്, ആ സ്പീഷീസുകൾക്ക് പകരമായിട്ടുള്ള ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ആ മാനദണ്ഡങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ വലിയ ശ്രമത്തിന്റെ ഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റേജ് 1 ക്ലിയറൻസ് നമുക്ക് ലഭ്യമാവുന്നത്. സ്റ്റേജ് 1 ക്ലിയറൻസും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂമി ഏറ്റെടുക്കലും SIA സ്റ്റഡിയും പൂർത്തീകരിക്കുമ്പോൾ 2023 ഒക്ടോബർ മാസത്തോളമായി. ഒക്ടോബർ മാസത്തോടെത്തിയപ്പോ പിന്നീട് അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് കടക്കണമെന്നുള്ള തീരുമാനമുണ്ടായി. ടെൻഡർ നടപടികളിലേക്ക് കടന്ന ഘട്ടത്തിലാണ്, ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് വയനാട്ടിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് വലിയൊരു ദുരന്തമുണ്ടായി. ആ ദുരന്തം വന്നതോടുകൂടി ഈ പദ്ധതി ഇനി നടപ്പിലാക്കാനേ കഴിയില്ല എന്നുള്ള നിലയിലുള്ള വലിയ രൂപത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. അതിനെ മറപറ്റിക്കൊണ്ട് പല വിധത്തിൽ ഈ പദ്ധതി അട്ടിമറിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിക്ഷിപ്ത താല്പര്യം മാത്രം കൈമുതലാക്കിയ ആളുകൾ വലിയ രൂപത്തിലുള്ള തെറ്റായ ഇടപെടലുകൾ നമുക്കിടയിൽ നടത്തുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ നിക്ഷിപ്ത താല്പര്യക്കാരുമായി മുന്നോട്ടിറങ്ങിയപ്പോ ഏറെ അഭിമാനത്തോടെ, ഏറെ സന്തോഷത്തോടെ, അതിലേറെ അഹങ്കാരത്തോടുകൂടി ഈ വേദിയിൽ നിന്ന് എനിക്ക് പറയാൻ വേണ്ടി കഴിയും, അങ്ങനെ ഒരു ചിന്തയുണ്ടായ ഘട്ടത്തിൽ ഈ നാട്ടിലെ മുഴുവൻ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരും ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ഞങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങൾ ഒറ്റക്കെട്ടായി ആ പാതയ്ക്ക് വേണ്ടി നിലകൊള്ളുമെന്ന ഉറച്ച നിലപാടിലാണ് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നത്. ഈ പദ്ധതിക്കെതിരായ നീക്കമുണ്ടായപ്പോ ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും സാമൂഹ്യ കക്ഷി നേതാക്കന്മാരും ഒന്നിച്ചുകൂടി ഈ നാടിന്റെ പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാക്കണം. സ്വാഭാവികമായിട്ടും ആ വലിയ തടസ്സത്തെ ജനകീയ പ്രതിരോധം കൊണ്ട് മറികടന്നാണ് നമ്മൾ മുന്നോട്ട് വന്നത്. അതിനുശേഷമാണ് നമ്മൾ പരിസ്ഥിതിയുടെ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നത്. പരിസ്ഥിതിയുടെ അനുമതി നമുക്ക് ലഭ്യമായി. നമ്മുടെ കേരള സ്റ്റേറ്റ് പരിസ്ഥിതി വകുപ്പ് നമുക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള അംഗീകാരം നൽകി നമുക്ക് അനുമതി കിട്ടുമെന്ന ഘട്ടത്തിലാണ് അവരുടെ കാലാവധി പൂർത്തീകരിക്കുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ പൂർത്തീകരിച്ച് ആ അനുമതി ഉത്തരവായി നമുക്ക് നൽകുന്നതിന് മുന്നേ ആ കമ്മിറ്റിയുടെ കാലാവധി പൂർത്തീകരിച്ചത് കൊണ്ട് സ്വാഭാവികമായിട്ടും അനുമതിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനെ നമുക്ക് സമീപിക്കേണ്ടതായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിലേക്കോ നമ്മൾ ഈ വലിയ നിർദ്ദേശം നൽകിയപ്പോ കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഉടനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള ചില ആളുകൾ ചില മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് തിരശ്ശീല വീണിരിക്കുന്നു, ഈ പദ്ധതി ഇനി യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നില്ല, കേന്ദ്ര ഗവൺമെന്റ് അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത നൽകി. വലിയ രൂപത്തിൽ ഹൃദയഭേദകമാവുന്ന ഒരു വാർത്തയായിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ അതിനെ കേട്ടത്. എന്നാൽ അതിനെ മറികടക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയി. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെട്ടു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രണ്ടുപേരും ചേർന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് ആവശ്യമായ എല്ലാ അനുമതികളും നൽകിക്കൊണ്ടുള്ള ഉത്തരവുണ്ടായി എന്നത് നമ്മളെ ഏറെ സന്തോഷത്തോടു കൂടി കേട്ടതാണ്.
അന്ന് നമ്മൾ പറഞ്ഞതാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ആനക്കാമ്പിൽ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്ന ഒരു ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ സാന്നിധ്യത്തിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുമെന്നുള്ളത്. ഈ അവസരത്തിൽ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ ഒരു വേള കൂടി ഓർത്തുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. ഏറ്റവും പ്രധാനമായി കേരളത്തിലെ 30 പ്രൊജക്ടുകൾ, ആ 30 പ്രൊജക്ടുകൾ കേരളത്തിന് പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി നേരിട്ട് റിവ്യൂ നടത്തുന്ന പദ്ധതികളാണ്. ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ റിവ്യൂ കൃത്യമായി നടത്തി അദ്ദേഹത്തിന് പോകാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആഹ്ലാദകരമായ നിമിഷത്തിൽ, ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാകുന്ന നിമിഷത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ഏത് പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണോ കേരളത്തിലെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നുള്ളത് കൊണ്ട്, സ്വാഗത പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് നടത്തുന്നത് കൊണ്ട് കേരളത്തിന്റെ ആരാധ്യനും ബഹുമാനനുമായ കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പദ്ധതിക്ക് 2134 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നൽകിയ കേരളത്തിന്റെ പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ വേദിയിൽ നിങ്ങളോട് സംസാരിക്കുന്നതിന് ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആശംസകൾ.